നമസ്കാരം. കൃഷി, കന്നുകാലി വളർത്തൽ, പാചകം തുടങ്ങിയ വരുമാനത്തിനായി പരമ്പരാഗത തൊഴിൽ മേഖലകളെ മാത്രം സ്ത്രീകൾ ആശ്രയിച്ചിരുന്ന കാലം അവസാനിച്ചു. വിദഗ്ധമായ നിർദ്ദേശം ആവശ്യമുള്ള അതിസങ്കീർണമായ മേഖലകളിലേക്ക് കടന്നു ചെന്ന് വിജയം വരിക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് പ്രേരണയും കരുത്തുമായത് കുടുംബശ്രീയാണ്. പെൺകരുത്തിന്റെ കഥകളിലേക്ക് ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ട മത്സരവേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തൃശൂരിന്റെ കാർഷിക മേഖലയാണ് അന്നമനട. 80 മാർക്ക് നേടി തിളക്കമാർന്ന വിജയമാണ് 1ാം ഘട്ടത്തിൽ അന്നമനട കരസ്ഥമാക്കിയത്. സ്വാഗതം ചെയ്യാം തൃശൂർ ജില്ലയിലെ അന്നമനട CDSനെ 2ാം ഘട്ട മത്സരവേദിയിലേക്ക്. അന്നമനടയിലെ കുടുംബശ്രീ കൂട്ടായ്മയെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് UK നാരായണൻ. തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ അന്നമനട ബ്രാഞ്ചിനെ പ്രതിനിധീകരിക്കുന്നു. എൻ്റെ പേര് സിന്ധുകുമാരി GS. ഞാൻ അന്നമനട ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസറായിട്ട് ജോലി നോക്കുന്നു. എൻ്റെ പേര് ഷിനി സുധാകരൻ, അന്നമനട CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് ശ്യാമള അയ്യപ്പൻ, അന്നമനട മുൻ CDS ചെയർപേഴ്സൺ. TK സതീശൻ, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അവസാനഘട്ട വേദിയിലെ വിധികർത്താക്കളെ ഇനി നമുക്ക് പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോഴ്സ് ബോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്റെ ഭൂമി ട്രസ്റ്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ നിവേദിത P. ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS. ഇവരോടൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും നമ്മോടൊപ്പമുണ്ട്. നമുക്കിവരെയും സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക്. ആദ്യ റൗണ്ടിൽ അന്നമനട അവതരിപ്പിച്ച ഫിനിക്സ് അസംബ്ലിംഗ് യൂണിറ്റ്, ചപ്പാത്തി നിർമ്മാണം, ഹരിത പേപ്പർ ബാഗ് യൂണിറ്റ് എന്നിവയുടെ ദൃശ്യങ്ങൾ കോർത്തിണക്കി ഒരു ഹ്രസ്വചിത്രം ഇനി പ്രേക്ഷകർക്ക് മുന്നിൽ. മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ടയും മറ്റും ഉദരരോഗങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ഗോതമ്പ് ഭക്ഷണത്തോട് പ്രിയം കൂടിയ ഇക്കാലത്ത് ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കി വിൽപ്പന ചെയ്ത് വരുമാനം നേടുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. പ്രദേശത്തെ 10 ഹോട്ടലുകൾക്കും 200 കടകൾക്കും ഇപ്പോഴിവർ സ്ഥിരമായി ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. സ്വാദീസ് ചപ്പാത്തികൾ അന്നമനടയുടെ ഇൻസ്റ്റന്റ് ഫുഡാണ്. 5 വനിതകളെ സംഘടിപ്പിച്ച് 2014 ഏപ്രിലാണ് അന്നമനട CDS ഹരിത ക്ലോത്ത് ആൻഡ് പേപ്പർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. കൂടുതൽ ഉയരത്തിലേക്ക് തങ്ങളുടെ യൂണിറ്റിനെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവരിപ്പോൾ. വിവിധതരം മെഷീനുകളുടെ വാൽവുകളും കൺട്രോളിംഗ് വാൽവുകളും അസംബിൾ ചെയ്ത് നൽകുന്ന ഒരു യൂണിറ്റ് അന്നമനടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 അംഗങ്ങൾ ഉള്ള ഈ യൂണിറ്റിന്റെ പേര് ഫിനിക്സ് അസംബ്ലിംഗ് യൂണിറ്റ് എന്നാണ്. ലാണ് ഒരു സ്വകാര്യ കമ്പനി ഈ ജോലിയുമായി ഇവരെ സമീപിക്കുന്നത്. കമ്പനി തന്നെ ഇവർക്ക് പരിശീലനം നൽകി. അസംബിൾ ചെയ്യാനുള്ള മെഷീനുകൾ എത്തിക്കുന്നതും അസംബിൾ ചെയ്തവ തിരികെ വാങ്ങുന്നതും ഈ സ്വകാര്യ കമ്പനി തന്നെയാണ്. വാൽവ് അസംബ്ലിംഗ് പോലുള്ള മേഖലകളിൽ സാങ്കേതിക പരിജ്ഞാനവും തൊഴിൽ പരിശീലനവും നേടി പ്രൊഫഷണലുകളായി മാറിയ ഇവർ കൂടുതൽ വർക്ക് ഓർഡറുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്കൊരു സംശയമുണ്ട്. അതും സംശയം തീർത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ്. ചപ്പാത്തിയിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അത് കുടുംബശ്രീയുടെ തന്നെ ഒരു സംരംഭമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അത് എന്നെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ, പരാതികളെല്ലാം പരാമർശമുണ്ടായിരുന്നു. അതിലിപ്പോ സ്വാഭാവികമായിട്ട് ഒരു 5 കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ് ആ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ, ഒരു കുടുംബശ്രീ അംഗത്തിന്റെ ഭർത്താവിന്റെ വീട്ടിലാണ്. അതിന്റെ ഭർത്താവിന്റെ വീടിന്റെ മുകളിൽ ഡ്രസ് വർക്കൊക്കെ തന്നെ ചെയ്ത്
അദ്ദേഹത്തിന്റെ പേരിൽ ആണ് സ്വാഭാവികമായിട്ടും ഒരു പ്രോപ്പർട്ടി ഓണർ ആരാണോ അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്പർ ഇഷ്യൂ ചെയ്യുള്ളൂ. പ്രോപ്പർ ഓണർ ആരാണോ അവർ. ലൈസൻസും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് വാങ്ങുന്നത്. ഒരു വിപുലമായൊരു പ്രസ്ഥാനമായിട്ട് വളർന്നപ്പോൾ ഇതിന്റെ അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങിയിട്ട് ഇതിലെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഈ ഡേവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ റിനി എന്ന് പറയുന്ന കുട്ടിയാണ് അതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ധാരാളം ഇപ്പോൾ ഒരു ഏരിയയിലൊക്കെ തന്നെ കവറേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലഭിക്കുന്ന ഈ പൈസ എല്ലാം ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ എല്ലാം കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ് വാങ്ങിയെടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ വിഷയം വെച്ചാൽ ഇതിന്റെ ലൈസൻസ് അതോടൊപ്പം തന്നെ ഈ ഓണർഷിപ്പ് ഈ ഇദ്ദേഹത്തിന് ഭർത്താവിന്റെ പേരിലാണ്. അതെ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അല്ല, ചിലർക്ക് ചില സംശയങ്ങളൊക്കെ ഉയർത്തി. അതുകൊണ്ട് ഈ ഇതിൽ തന്നെ നമുക്കതൊന്ന് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി സംശയത്തിനിടയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ഞാനും പിന്നെ പ്രൊഫസർ ഗീതക്കുട്ടിയും ഇവിടെ പ്രോഗ്രാം ഡയറക്ടർ മിസ്റ്റർ സാജനും വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ അവർ പറഞ്ഞു ഇവർക്കും കാണണം എന്നൊക്കെ പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ചർച്ചയിലോട്ട് വരാം. നമ്മുടെ വിധികർത്താക്കളുടെ ഒരു സംഘം അന്നമനട കാണാൻ പോയിരുന്നു. നമുക്കൊന്ന് കൂടെ പോയാലോ? ദൃശ്യങ്ങളിലേക്ക്. കലാഗ്രാമമെന്നതിലുപരി കാർഷിക ഗ്രാമം കൂടിയായ അന്നമനടയിലെ കുടുംബശ്രീ CDSന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഡോക്ടർ KP കണ്ണനും ഡോക്ടർ PS ഗീതക്കുട്ടിയും ദൂരദർശൻ പ്രതിനിധി G സാജനുമാണ് ജൂറി അംഗങ്ങൾ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് CDSന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സന്ദർശനം നടത്തേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ധാരണയായി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. വിവിധ വാർഡുകളിൽ നിന്നും സംഘടിച്ച 10 വനിതകൾ ചേർന്നതാണ് ഈ ടീം. എല്ലാവരും തന്നെ 30 വയസ്സ് കഴിഞ്ഞ വീട്ടമ്മമാരുമാണ്. പറയൂ, കുടുംബശ്രീയുടെ ബാസ്കറ്റ്ബോൾ ടീം. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കുടുംബശ്രീ വനിതകൾക്ക് വേണ്ടി ഒരു കായികമേള സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നവംബർ മാസം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ സ്പോർട്സ് ടീമിനെ കുറിച്ചൊക്കെ ഞങ്ങളുടെ CDSന്റെ ഭാഗത്തുനിന്ന് ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ജില്ലാ മിഷൻ തന്നപ്പോൾ ഞങ്ങൾ വിവിധ വാർഡുകളിൽ നിന്നും സ്ത്രീകളെ സംഘടിപ്പിച്ച് ഒരു ബാസ്കറ്റ്ബോൾ ടീമിന് രൂപം കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ ടീം അംഗങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെ പല രോഗങ്ങൾക്കും അടിമകളായവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മേലടൂരിലെ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഗ്രീഷ്മ JLG ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. പല കുടുംബശ്രീ യൂണിറ്റിൽപ്പെട്ട 5 പേർ ചേർന്ന ഒരു ഗ്രൂപ്പാണിത്. 2 വർഷമായി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വാഴ ആദ്യമായിട്ടാണെന്ന് ഇവർ പറഞ്ഞു. 400 വാഴയൊക്കെ ഉണ്ട്, 1000 ഒരു ഏക്കറിൽ കൂടുതലുണ്ട്. ഇവിടെ 250 എണ്ണേ ഉള്ളൂ. ഞങ്ങളിപ്പോ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. മുമ്പ് സ്വന്തം കാലിലായിരുന്നില്ല, കെട്ടന്റെ പോക്കറ്റിൽ നിന്നൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. പ്രതീക്ഷ അയൽക്കൂട്ടം കൂടുന്ന സ്ഥലത്താണ് പിന്നീട് ഞങ്ങളെത്തിയത്. ഇവർ അയൽക്കൂട്ടം തുടങ്ങിയിട്ട് 11 വർഷത്തോളമായി. ഇന്ദിരാ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലെ റിപ്പോർട്ട് സെക്രട്ടറി വായിച്ചു. എല്ലാ അംഗങ്ങൾക്കും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പൊ ഇരിക്കാലോ. പറയൂ പ്രസിഡന്റ്, ഇവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? എല്ലാ ആഴ്ചയും കൂടുമോ? എല്ലാ ആഴ്ചയിലും കൃത്യം 4 മണിക്ക് ഞങ്ങൾ കൂടും. 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവര് ഫൈനടക്കം മേടിക്കണം എന്നാണ്. എത്ര ഫൈൻ? 5 രൂപ ഫൈൻ. 5 രൂപയുള്ളൂ. എത്രയാണ് ഓരോരുത്തരും? 20 രൂപ വെച്ചെടുക്കും എല്ലാവരും. കുടുംബശ്രീയിൽ വന്നതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? കുടുംബശ്രീയിൽ വന്നിട്ട് നല്ല മാറ്റം. ഇവിടെ വന്നിരുന്ന് കണക്കും 10 പൈസ നമുക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട്. കടം വല്ലതും എടുത്തിട്ടുണ്ടോ? കടം ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. ഉണ്ട്. എന്തിനായിട്ടാണ് എടുത്തത്?
അത് ഞങ്ങൾക്ക് കട തുടങ്ങാനും തുണികൾ കച്ചവടം നടത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിട്ട് ഞങ്ങൾ എടുത്ത് ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി എടുത്തു. കടയുണ്ട്, തുണിക്കടയാണ്, പലചരക്കട. നിങ്ങൾ എല്ലാവരും കൂടി നടത്തുന്നത്? എല്ലാവരും കൂടിയാണ്. ഉണർവ് ഗ്രൂപ്പിലെ മുട്ടക്കോഴി വളർത്തുന്ന ഒരംഗത്തിന്റെ അടുക്കൽ ഞങ്ങൾ കയറി. 1 വർഷമായി കോഴിയെ വളർത്തുന്നവരാണ് ഇവർ. എല്ലാ കാര്യങ്ങൾക്കും കുടുംബശ്രീയുടെ നല്ല രീതിയിലുള്ള സഹകരണം ലഭ്യമാണെന്നാണ് ഇവർ പറയുന്നത്. 60 കോഴി വീതമുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ആരംഭിച്ചു. 2014 ഏപ്രിലിൽ ആരംഭിച്ചു. ഫസ്റ്റ് ട്രിപ്പ് ഇറക്കിയത് ഇപ്പം ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കാലാവധി 1 വർഷമാണ്. ഇനി അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഈ കോഴികളെ മാറ്റിയിട്ട് പുതിയ കോഴികളെ ഇറക്കും. ഏകദേശം ഒരു മാസം നമുക്ക് 1000-ലും മേലെ മുട്ട, 1500 മുട്ട. ഇത് ഒരുമിച്ച് ആഴ്ചയിലാണ് ഇപ്പം ഞങ്ങളുടെ സെയിൽ പോകുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഒരുമിച്ച് മുട്ട കൊണ്ടുപോയിട്ട് ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള സെയിൽ പോകണത്. രൂപ അപ്പം തന്നെ തരില്ല. കാരണം കടകളിലേക്ക് പിന്നെ ചന്തകളിലേക്ക് അവിടേക്ക് ഇവിടേക്ക് കൊടുത്തിട്ട് പിന്നത്തെ ആഴ്ച വരുമ്പോൾ മാസത്തിലാണ്. ഞങ്ങൾക്കിപ്പോൾ 4 രൂപ വെച്ചാണ് അവർ തരുന്നത്. ലോക്കൽ സെയിൽ 5 രൂപ വെച്ച്. ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ കയ്യിലേക്ക് കിട്ടും? ഞങ്ങൾക്ക് ഇപ്പം തീറ്റയും അവർ തന്നെ ഇറക്കി തരുന്നത്. അത് ഇറക്കി തന്ന് പിന്നെ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കണം. അതൊക്കെ കഴിച്ച് ഏകദേശം 1000 ചില്ലാൻ രൂപ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടും. കുടുംബശ്രീയിൽ വന്ന ശേഷം എന്താണ് നിങ്ങൾക്ക് ഉള്ള ഒരു കുടുംബശ്രീയിൽ വന്നിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു ജീവിക്കാൻ നല്ലൊരു അങ്ങനെ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല അനുഭവങ്ങൾ തന്നെയാണ്. കുടുംബശ്രീ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്ര സംസാരിക്കാനെങ്കിലും എവിടെയെങ്കിലും സ്റ്റേജ് കയറുന്നത് ഇങ്ങനെ നിൽക്കണമായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങിയത് തന്നെ ഞങ്ങൾ കുടുംബശ്രീയുടെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഭാഗത്തിരിക്കുന്നവർക്ക് ഈ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും? ലവ് ഷോർ ഗാർമെന്റ്സിലാണ് ഞങ്ങൾ അടുത്തതായി എത്തിയത്. സൗഹാർദ്ദ അയൽക്കൂട്ടത്തിലെ 5 അംഗങ്ങൾ കൂടി 2 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു സംരംഭമാണിത്. ഈ യൂണിറ്റിന്റെ ഒരു പശ്ചാത്തലം എനിക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എൻ്റെ കൂടിയൊരു കടമയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവരോടൊക്കെ ഇവിടെ 3 യൂണിറ്റ് ഉണ്ട്. ഈ കോളനിയിൽ തന്നെ 3 യൂണിറ്റ് ഉണ്ട്. അതിൽ ഇവർ മുന്നോട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 മാസത്തെ ട്രെയിനിങ് ടൈലറിങ് യൂണിറ്റ് 2 മാസത്തെ കോഴ്സ് ഉണ്ട്. കുടുംബശ്രീ CDSന്റെ കീഴിലാണ് കോഴ്സ് ഉള്ളത്. നിങ്ങൾക്ക് വരാൻ സന്നദ്ധയാണോ എന്ന് ചോദിച്ചു. അവരുടനെ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം, ഞങ്ങൾക്ക് സംരംഭത്തെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും വരുമാനം നേടാനും കഴിയുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 5 പേര് ചേർന്നാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ ADSന്റെയും CDSന്റെ ഒക്കെ സഹായത്തോടു കൂടി. ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ഞങ്ങള് പുറമെ ഈ റെഡിമെയ്ഡ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത് കൂടാണ്ട് ഈ ചുരിദാർ, നൈറ്റി, പാവാട, ബ്ലൗസ് അങ്ങനെ എല്ലാ ഇതും തയ്ച്ച് കൊടുക്കുന്നുണ്ട് പുറമേക്ക്. പിന്നെ സ്കൂൾ യൂണിഫോമിന്റെ സീസൺ ആകുമ്പോൾ അതും പിന്നെ അങ്ങനെ എടുത്ത് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് പെരുന്നാൾ സീസൺ ആകുമ്പോൾ അരങ്ങ് അങ്ങനെയുള്ള വർക്കുകളും ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് എത്ര വരുമാനം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? സീസൺ അനുസരിച്ച് ഡെയിലി നമ്മൾ അങ്ങനെ ചിലപ്പോൾ ലാഭം ഉണ്ടാവും. 150 രൂപയോളം എങ്ങനെ പോയാലും 10-200 രൂപ കൂടിയാൽ 500 രൂപ 600 രൂപ വരെ നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ചിരിക്കും. സ്നേഹിത ഗ്രൂപ്പിന്റെ പപ്പട നിർമ്മാണ യൂണിറ്റാണിത്. 3 വർഷമായി ഇവർ പ്രവർത്തിച്ചു വരുന്നു. ചെറിയ രീതിയിലുള്ള ലോൺ പൂർണ്ണമായും അടച്ചു തീർത്ത ഇവർക്ക് എല്ലാം കഴിഞ്ഞ് 5000 രൂപയോളം വരുമാനം ലഭിക്കാറുണ്ടെന്നും പറഞ്ഞു. പറയൂ നിങ്ങളുടെ യൂണിറ്റിനെ കുറിച്ച്. ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് ഇത് ആരംഭിച്ചത്. ഏകദേശം 3 വർഷത്തോളമായി. ഞങ്ങൾ 1.5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. വായ്പ കൊണ്ട് ഞങ്ങൾ 2 മെഷീൻ ഇതിനു വേണ്ടി കുഴയ്ക്കാനായിട്ട്, മാവ് കുഴയ്ക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലോൺ ഞങ്ങളുടെ ഇപ്പോൾ തീർന്നു 3 വർഷം ആയതുകൊണ്ട്.
പിന്നെ ഞങ്ങൾ സാധാരണ ഇപ്പോൾ ഇതിൻ്റെ സെയിലൊക്കെ നടത്തുന്നത് കുടുംബശ്രീ ADS വഴിയൊക്കെ നടത്താറുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് കല്യാണങ്ങളുടെ ഓർഡറൊക്കെ ലഭിക്കാറുണ്ട്. പിന്നെ കടകളിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വീട്ടില് അച്ഛനമ്മയുണ്ട്, ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. അങ്ങനെ പോണു. എങ്ങനെ ഇതിൽ ആകർഷിച്ചത്? ബിന്ദു തന്നെയാണ് എന്നെ വിളിച്ചത്. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ തുടങ്ങാം. ബിന്ദുവിന്റെ ആകർഷണം എന്ന് വെച്ചാൽ അവൾക്കറിയാലോ. അപ്പൊ അതനുസരിച്ച് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായിട്ടൊന്ന് ചെയ്ത് നോക്കാം, വിജയിക്കുമെന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എത്ര മണിക്കൂർ ഇവിടെ വരേണ്ടി വരുന്നു? അതിപ്പോ ഞങ്ങൾക്ക് ചെലവിനനുസരിച്ച് ഞങ്ങൾ ചെയ്യും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് തീർക്കാം. 9 മണിക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റും. പറ്റും. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ് വിജയിക്ക്? മെച്ചം നമ്മുടേതായ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഒരു മാസം എന്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഒരു മാസം ഒരു 5,000 രൂപ ഞങ്ങൾക്ക് 5,000 രൂപ കിട്ടുന്നുണ്ട്. പണിയുടെ അനുസരിച്ചായിരിക്കും കേട്ടോ. ഇല്ല അടുത്താണ് എനിക്ക് പുറത്തിറക്കാനായിരുന്നാണ്. അങ്ങനെ കുടുംബശ്രീ വന്നതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി 10 രൂപ പോലും അടയ്ക്കാൻ പറ്റാണ്ടിരുന്ന സമയത്താണ് ബിന്ദു ഇങ്ങനെ തുടങ്ങിയതും ഇവിടേക്ക് വരാൻ പറ്റിയത്. അത് നല്ല മെച്ചമുണ്ട്. ഇതുപോലെ തന്നെ 10 രൂപ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പണിക്ക് പറ്റാതിരുന്ന ആൾക്കാർ ഇപ്പോൾ 5,000 രൂപ മാസം ഉണ്ടാക്കുന്നു. എത്രയായി നിങ്ങളിത് തുടങ്ങി? 3 വർഷം. കടമൊക്കെ അടച്ചു തീർത്തു അല്ലേ? അമ്മ പറയൂ, എന്താണ് മകളെ കുറിച്ച് പറയാനുള്ളത്? കുടുംബശ്രീയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് ചെയർപേഴ്സൺ ആയില്ലേ? പറയൂ. ഒരുപാട് ബുദ്ധിമുട്ട് ആയിരുന്നു. ഇപ്പൊ ഒരു നല്ല എത്തിയില്ലേ അവള്? നല്ല നേതാവായില്ലേ? സ്ത്രീകളുടെ ഒക്കെ നേതാവായി. ദിവസം രാവിലെ പോയിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. വൈകിട്ടേ വരുള്ളൂ. രാത്രി 7 മണിയൊക്കെ ചിലപ്പോ വരുമ്പോ 7 മണി, ചിലപ്പോ 8 മണിയൊക്കെ അച്ഛൻ പോയി കൊണ്ടുവരാറ്. ഇത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അമ്മയുടെ അടുത്ത് പറയാറുണ്ടോ? പറയാറുണ്ട്. കുടുംബശ്രീ വന്നതിന് ശേഷം എന്ത് മാറ്റം മോൾക്ക് കണ്ടത്? ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാരായിട്ട് സംസാരിക്കാനും ആദ്യം അങ്ങനല്ല. അവർക്ക് ഈ ഇവളുടെ കല്യാണം തന്നെ ഇവളുടെ ഇഷ്ടത്തിന് നടന്നാണ്. അതിനുശേഷം ഇവള് ആ ഒരു മിണ്ടാട്ടം ഇല്ലാത്തതായിരുന്നു. പിന്നെ ഈ കുടുംബശ്രീയിൽ പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷം എല്ലാത്തിനും നല്ല ഉഷാറായി. ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ പഠിപ്പിക്കാനും സ്വയം ചെയ്യാനും. ഇപ്പൊ ഈ അവള് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യണം. വെളുപ്പിന് 3 മണിക്ക് എനിക്കണം. വെളുപ്പിന് 3 മണിക്ക് എന്നിട്ട് ഞങ്ങള് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കി കടകളിൽ കൊണ്ടു കൊടുക്കണം. കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പണിക്ക് പോണേ. അത് ശരി. അപ്പൊ മകൾക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അത് കൊണ്ടേ കൊടുത്ത് തിരിച്ചു വന്ന് ശരി. കൊള്ളാം, നല്ല കാര്യമല്ലേ? അപ്പൊ വരട്ടെ അമ്മ, വളരെ സന്തോഷം. അപ്പൊ ഈ കണ്ടതിനെ കുറിച്ച് പറയുന്നില്ല, കാണാത്തതിനെ കുറിച്ച് പറയാം. ജനറലായിട്ട് എനിക്ക് തോന്നിയത്, എനിക്കും പ്രൊഫസർ സി ഗീതകുട്ടിക്കും പഞ്ചായത്തും കുടുംബശ്രീയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ട്. പഞ്ചായത്തിൻ്റെ പൂർണ്ണ സഹകരണം ഉള്ളത് കൊണ്ടാണ് കുടുംബശ്രീക്ക് കുറേയൊക്കെ വിജയകരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. എനിക്കതിൽ വളരെ നന്നായി തോന്നിയ ഒരു പരിപാടി തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടി. അത് ഞങ്ങൾ അന്ന് പ്രസിഡന്റിനോട് ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി അവർ കൊടുത്ത ഹാളിൽ അല്ലേ ഒരു തൊഴിൽ നൈപുണ്യ പരിപാടിയുണ്ട്. 15 ദിവസം മുതൽ 2 മാസം വരെ നീണ്ടു നിൽക്കുന്ന വിഷയാധിഷ്ഠിത പരിശീലന പരിപാടികൾ തുടർച്ചയായി നടത്തുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് ഓരോ പ്രാവശ്യം ഫീസ് പഠിതാക്കളിൽ നിന്ന് ഈടാക്കുന്നില്ല. ചെറിയൊരു ഫീസ് ഈടാക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. വെറുതെ കിട്ടുമ്പോൾ വിലയുണ്ടാവും അല്ലേ? ഒട്ടും കൊടുക്കാൻ പറ്റില്ലാത്തവർക്ക് നിങ്ങൾക്ക് അത് ഒഴിവായിട്ട് കൊടുക്കാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. അതെൻ്റെ അഭിപ്രായം. അത് എടുക്കണമെന്നില്ല. കൊരട്ടി പോളിടെക്നിക്കുമായിട്ടാണ് അതിൻ്റെ സഹകരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്ഥാപനമായിട്ടുള്ള
കൊരട്ടി പോളിടെക്നിക്ക്, പ്രാദേശിക ഗവൺമെൻറ്, കുടുംബശ്രീ, ഇത് മൂന്നും തമ്മിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ സംയോജനം എന്ന് പറയാം. ഒരു സിനർജി എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ, അത്. വേറൊന്നും ഇവിടെ കാണിക്കാൻ പറ്റാത്തത്, അതിന് പ്രധാന കാരണം അവരന്ന് ജോലി തിരക്കലായിരുന്നു. ഹരിതസേന അല്ലേ, 1-2 പേര് വന്ന് നമ്മളോട് സംസാരിച്ചു. 15 പേരുള്ള ഒരു ഹരിതസേന ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ഈ മിഷനറിയൊക്കെ ഉണ്ട് അല്ലേ, മിഷനറി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നടിയിൽ യന്ത്രം അവർ ഞങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു. അവർക്ക് യൂണിഫോം ഉണ്ട്, പച്ചക്കോട്ട്, തൊപ്പി ഒക്കെ ആയിട്ടുള്ള യൂണിഫോം ഉണ്ട്. അത് നല്ലൊരു സംരംഭമായിട്ട്, നല്ലൊരു പ്രവർത്തന പരിപാടിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ കാണിക്കാത്ത ഒരു കാര്യം ശിങ്കാരി മേളം അല്ലേ, അതും ഒരു സംരംഭമാണ് അല്ലേ ചെയർപേഴ്സൺ? അതെ, ചെയർപേഴ്സണും ഒരു ശിങ്കാരിയാണ് എന്ന് പറഞ്ഞാൽ ശിങ്കാരി മേളത്തിൽ അംഗമാണ്. അപ്പൊ അത് കൊട്ടി കാണിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടോ സമയം കൊണ്ട് അവർക്കത് കാണിക്കാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് ചുരുക്കത്തിൽ അവിടെയുള്ളത്. പിന്നെ പ്രസിഡന്റ് എടുത്തു പറഞ്ഞു, ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ കലാപരമായിട്ട് അവർക്ക് വളരെ അഭിമാനം കൊള്ളുന്ന ഒരിതാണ് മുന്നോട്ട് നിൽക്കുന്ന അല്ലേ. ആരാണ് അന്നമത്രയം? അന്നമത്രയം ആരാണ് ഈ ത്രയത്തില്? പീതാംബരമാരാ. അപ്പൊ അവരുടെയൊക്കെ ഒരു പൈതൃകം എന്നുള്ള നിലയിൽ ഒരു വാദ്യ കലാകേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്, പഞ്ചായത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് കുടുംബശ്രീ അല്ല, പക്ഷെ അത് എടുത്ത് പറയാനായിട്ട് ഒരിത് അവിടെ പരിശീലനമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു അവസാന പോയിന്റ് എന്ന് വെച്ചാൽ ഇവരുടെ കുടുംബശ്രീയിൽ സാമൂഹ്യമായിട്ടുള്ള പങ്കാളിത്തം, പ്രത്യേകിച്ച് SC വിഭാഗക്കാർ, ST അവിടെ ഇല്ല അല്ലേ, SC വിഭാഗക്കാരുടെ ഒരു നല്ല നിലയിലുള്ള പങ്കാളിത്തം ഉണ്ട്. ആ പങ്കാളിത്തം 19% കുടുംബശ്രീ അംഗങ്ങൾ SC വിഭാഗത്തിൽ നിന്നാണ്. 4100 ചില്ലാനം മൊത്തം കുടുംബശ്രീ അംഗങ്ങളുണ്ട് അല്ലേ. അതിൽ ഏകദേശം 5-1 SC വിഭാഗത്തിലാണ്. CDSലും അവരുടെ നല്ല സാന്നിധ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധ ആകർഷിക്കുന്നു. കാരണം അതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ളൊരു വിഭാഗത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രതീക്ഷ അയൽക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എല്ലാവരും 20 രൂപ അവരുടെ കോൺട്രിബ്യൂഷൻ നൽകും. വരാതെ ആളിൻ്റെ അടുത്ത് ഫൈൻ വാങ്ങുന്നുണ്ടോ? ഇല്ല, ഉണ്ട്. 5 രൂപ ഫൈൻ. സമയം വൈകിയാൽ തന്നെ ഫൈനാ. 5 ഉള്ളൂ, 5 രൂപ. ലേറ്റ് ആയാൽ 5 രൂപ, വന്നില്ലെങ്കിലും 5 രൂപ, വന്നില്ലെങ്കിൽ 10 രൂപ, 10 രൂപ, ലേറ്റ് ആയി 5 രൂപ. ഓക്കെ. പിന്നെ ഈ ഗാർമെന്റ് യൂണിറ്റ്, പിന്നെ പപ്പടം യൂണിറ്റ്, രണ്ടും നമ്മൾ കണ്ടു, ഇതിൻ്റെ ഫിലിം കണ്ടു. ഇതിൻ്റെ ഇപ്പോൾ 2-3 വർഷമായേ ഉള്ളൂ. ഇതിൻ്റെ സെയിൽസിൻ്റെ എന്താ സംവിധാനം? എവിടെ പോയി ഈ സാധനങ്ങൾ നിങ്ങൾ വിൽക്കും? മേലായിൽ വിൽക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസ് യൂണിറ്റ് ഉണ്ടോ? ആദ്യം ഇതിന്റെ ആരംഭത്തിൽ ഞങ്ങൾ അവിടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി സഞ്ചിയിൽ കൊണ്ടുപോയി നടന്നാണ് വിറ്റിരുന്നത് ആദ്യം. അപ്പോൾ ഞങ്ങൾ ശരിക്കൊരു ബോർഡറാണ് ഞങ്ങളുടെ ഗ്രാമം, എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഭാഗത്തും അതിൻ്റെ സെയിൽ നടത്താനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പം ഞാനാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ തൊഴിൽ കൊണ്ടുവന്നത്. എൻ്റെ കീഴിൽ 18 പേരോളം 18 വനിതകൾക്ക് ഞാൻ ഈ തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നവരുണ്ട്, ഈ ഗ്രൂപ്പിൽ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 3-4 ഗ്രൂപ്പ് ഈ പപ്പട നിർമ്മാണത്തിൻ്റെ യൂണിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ ഓർഡറുകളുണ്ട്, കടകളുടെ ഓർഡറുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്നെ സഹായിക്കാനായിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു സഹായം കൂടിയുണ്ട്. ഞാനും ഇങ്ങനെ കടകൾ നമുക്ക് കൂടുതൽ ഓർഡറൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാനും സെയിലിന് പോകുമായിരുന്നു. അങ്കമാലി കൊരട്ടി മേഖലയിലൊക്കെയാണ് ഞാൻ കൊണ്ടുപോയി വന്നിരുന്നത്. അപ്പം എനിക്ക് 3 ചെറിയ കുട്ടികളാണ്, വയസ്സായ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഒരോടനെ അമ്മയ്ക്ക് കണ്ണിന് തിമിരം വന്നു കഴിഞ്ഞപ്പോൾ അമ്മേനെ ശുശ്രൂഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എനിക്ക് വന്നു. അപ്പം സെയിലിൻ്റെ മേഖല ഹസ്ബൻഡിനും കൂടി ഏൽപ്പിച്ചു. പിന്നെ ഞങ്ങൾ കുടുംബശ്രീ യൂണിറ്റ് വഴിയായിട്ട് ADS മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ എല്ലാ ADSിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ CDSന്റെ മേളകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ മേള, അങ്ങനെയൊക്കെ മേളകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഓർഡർ തരും ജില്ലാ മിഷനിൽ നിന്ന്. അപ്പം അങ്ങനെ ആ വഴിയായിട്ടും സെയിൽ നടത്താറുണ്ട്. ഇപ്പോൾ ഇത്രയും യൂണിറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ലാഭകരമായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്?
ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മളിപ്പോ മിൽക്ക് എല്ലാം 5 വർഷം കഴിഞ്ഞതാണ്. അതെ അതെ, ഈ പപ്പടം 2008 തുടങ്ങിയത്. ഇനി ഇതിൽ നിന്ന് അതിന്റെ അടുത്ത പടിയായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇതിനെ വിപുലപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ പല യൂണിറ്റുകളെ യോജിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പുതിയ സംഗതികൾ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും CDSനൊരു പ്ലാനുണ്ടോ? ഇനി ഞങ്ങൾ അതിന്റെ പുതിയ ഇപ്പൊ കേട്ട ഗാനം മധുരാണെങ്കിൽ കേൾക്കാത്ത ഗാനങ്ങൾ അതിമധുരം എന്നാണല്ലോ. അപ്പൊ ഇത്രയും നാളും ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ അതിലും ഒന്നും കൂടി വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. ഇപ്പൊ JLG ആയാലും മാസത്തിൽ ഞങ്ങൾ മീറ്റിംഗ് വിളിക്കുകയും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ തീരുമാനത്തിലായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ പ്രവർത്തിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റിനെ വേറെ കുറച്ചും കൂടി വിപുലപ്പെടുത്താൻ ഇന്നത് ചെയ്താൽ നന്നായിരിക്കും. ആ രീതിയിൽ ഒരു കോൺക്രീറ്റ് ആയി കൃത്യമായ ഒരു പ്ലാനിനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും CDS ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ ഇപ്പൊ സംരംഭത്തിന്റെ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ഇതുപോലെ വിളിക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് ഇതുപോലത്തെ തീരുമാനങ്ങളിലേക്കൊക്കെ ആയി വരുന്നുണ്ട്. CDS കമ്മിറ്റിയിലൊക്കെ ഞങ്ങൾ അത് തീരുമാനത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിപണനം തന്നെ ഒരു പ്രശ്നമാണല്ലോ. പലതരം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള വിപണന ശൃംഖല ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതുപോലെ അടുത്തടുത്തുള്ള മറ്റു വിപണികളെ എറണാകുളമോ ആലുവയോ തൃശ്ശൂരോ ഒക്കെയുള്ള വലിയ മാർക്കറ്റുകളിലേക്ക് എത്താവുന്ന രീതിയിൽ നിങ്ങളുടെ വിപണനത്തിന് വേണ്ടി ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും? ഞങ്ങൾ പഞ്ചായത്ത് കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നാളായ സംസാരത്തിലായിട്ട് ഈ ചന്തയ്ക്ക് ഒരു കടമുറി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുപോലത്തെയൊക്കെയുള്ള മേഖലകളിലേക്ക് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. 4184 അംഗങ്ങളുണ്ട്. അതിൽ 328 അംഗങ്ങളെ കൃഷിയിലുള്ളൂ. സംഘകൃഷിക്ക് സാധ്യതകളില്ലേ കൃഷി ഓഫീസർ? സംഘകൃഷിക്ക് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ്? അല്ല സർ, നന്നായിട്ട് കൃഷി അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ കുടുംബശ്രീകൾ നെൽകൃഷി, പച്ചക്കറി, വാഴ, കപ്പ എന്ന് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ ഇവിടെ വേറൊരു അനുഗ്രഹമുള്ളത്, ഞങ്ങളുടെ കുറേ നെൽപ്പാടം തരിശായിട്ട് വർഷങ്ങളോളം കിടക്കുകയായിരുന്നു. കുറേ നെൽപ്പാടം വലിയ മുതലാളിമാരുടെ കയ്യിലായിട്ട് അവരൊന്നും ചെയ്യാതെ കിടക്കുന്ന പാടമായിരുന്നു. അപ്പോൾ അത് സ്ഥലം ഉള്ളതുകൊണ്ട് നമ്മുടെ കുടുംബശ്രീക്കാർ മുന്നോട്ട് വരികയും അവിടെ ആ തരിശായിട്ട് കിടന്നിടം മുഴുവൻ തരിച്ചു മാറ്റി കൃഷി ചെയ്തു. നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും കൂടി 340 ഏക്കറേ ഉള്ളൂ. മറ്റുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ ഞങ്ങൾ കണക്ക് നോക്കുമ്പോൾ 600 ഏക്കർ 800 ഏക്കർ എന്നൊക്കെ 2000 ഏക്കർ മലപ്പുറത്ത്. അപ്പോ തൃശ്ശൂരിലെ ഇത്രയും ഊർജ്ജസ്വലമുള്ള വനിതകൾ ഉണ്ടായിട്ട് നിങ്ങളുടെ ഏരിയ ഞങ്ങൾക്ക് 2500 ഹെക്ടറാണ് ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പൊ ഒരു 5000-ഓളം ഏക്കറായല്ലോ ടോട്ടൽ ഏരിയയാണ്. പിന്നെ ഞങ്ങളുടെ 5000 ഏക്കറിൽ 340 ഏക്കറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 10% കൂടി ഇല്ല. സാറേ, അത് ഞങ്ങളുടെ ഒരു പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ അവിടെ ജാതി കൃഷിയാണ്. അപ്പൊ ജാതി മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ പുതിയ ജാതികളെ ഉണ്ടാക്കും. അല്ല സർ, 700 ഹെക്ടറോളം ജാതി കൃഷിയുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ. വേറൊന്നും പറ്റില്ല. ജാതിക്ക് ഇന്റർക്രോപ്പ് ജാതിക്ക അല്ലാണ്ട് ജാതിയല്ല. ജാതി ഇനി ഉണ്ടാക്കല്ലേ. കുടുംബശ്രീ ഈ സംഘകൃഷിയിൽ കൂടെ ഇനി കൂടുതൽ നിലങ്ങൾ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റുള്ളവർ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. സാർ, അത് ഞങ്ങൾ ഇത്ര തന്നെ ചെയ്യുന്നത് ഞങ്ങൾ പുരുഷ സംഘങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അവര് ഈ വർഷത്തിന് അടുത്ത വർഷത്തിലുള്ള സ്ഥലം ഉഴുത് കയ്യേറാണ്. അവിടെ ഞങ്ങൾ ഫൈറ്റ് ഇട്ടിട്ട് ഞങ്ങൾ ഇത് മേടിക്കുന്നത്. പുരുഷ സംഘങ്ങളുണ്ട്. അവര് ഏക്കർ മുന്നേ കയ്യേൽക്കും. അവര് 35 ഏക്കർ 40 ഏക്കറും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ കൃഷി ഓഫീസറെ കൊണ്ട് ഇടപെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ പിടിച്ചെടുക്കുന്നത്. അപ്പൊ ഇനി മറ്റു സംരംഭങ്ങൾ മൈക്രോ എന്റർപ്രൈസസ് അതിനും പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് തൃശ്ശൂർ ഒരുപാട് കാശുണ്ടെന്നാണ്. അപ്പൊ ആൾക്കാർ എന്ത് കൊടുത്താലും വാങ്ങും. എന്നിട്ടും 50 സംരംഭങ്ങളേ ഉള്ളൂ. ഷിനി എന്താ പറയുന്നു ശ്യാമള ചേച്ചി? സംരംഭങ്ങൾ നമ്മൾ 75 സംരംഭങ്ങളുണ്ട്. വ്യക്തി സംരംഭങ്ങളാണ് കൂടുതൽ. ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പ് നമുക്ക് 35 സംരംഭങ്ങളുടെ പ്രൊജക്ട് നമ്മൾ സ്റ്റേറ്റ് മിഷനിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സബ്സിഡി 35. തുടങ്ങാനായിട്ട് കൂടുതലും എന്താണ്? ആട്, പശു, പോത്ത്, ടൈലറിംഗിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയത്തെ 3 പ്രൊജക്ട് ഞങ്ങൾ എല്ലാം റെഡിയാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സഹായിക്കുന്ന കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്നാൽ ഇതിന്റെ ഈ ലിങ്കേജ് കുറച്ചുകൂടി ശക്തമാവുകയും കുറച്ചുകൂടി നമുക്ക് കുടുംബശ്രീയുടെ ഇവരുടെ ക്രയശേഷിയെ തന്നെ ഇവരുടെ അധ്വാന ശേഷിയെ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പൊ ഞങ്ങൾക്കൊരു വിപണന കേന്ദ്രം വേണം. അതാണ് അടുത്ത പ്രൊജക്ട് വെച്ച് ഞങ്ങൾക്ക് അവിടെ കിട്ടണം.
പണിത് തരണം. അപ്പം നമ്മൾ ഒരുപാട് സംരംഭം അവർക്ക് വിപണനം ചെയ്യാനായിട്ട് CDS സ്ഥലത്തിലേക്ക് ഇപ്പൊ അങ്ങനെ വിപണന കേന്ദ്രമായിട്ടില്ല അല്ലേ? ഇല്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു റൂമില്ല. മാസച്ചന്ത അങ്ങനെ നടത്തണുള്ളൂ. ഇത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് സ്ഥലത്ത് കെട്ടിടം പണിതാനാണ് നിങ്ങളുടെ ഒരു വനിതാ കടപതി ഞങ്ങൾക്ക് അതിനാണ് വേണ്ടത്. ഈ തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം എത്ര പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട്? എത്ര തരം? അതിന്റെ ഏതെങ്കിലും ഒരു ബ്രേക്കപ്പ് ഉണ്ടോ? അതിൽ എത്ര തന്നെ നമ്മൾ സംരംഭങ്ങളായിട്ട് വന്നിട്ടുണ്ട്? നമുക്ക് ടൈലറിങ് കുറേ പേര് ടൈലറിങ്ങിന് വന്നിട്ടുണ്ട്. പിന്നെ ഫാഷൻ ഡിസൈനിങ് അതിന്റെ അനുബന്ധമായിട്ട് 6 മാസം കോഴ്സിന് കൊടുത്തു ഫാഷൻ ഡിസൈനിങ്. പിന്നെ ബ്യൂട്ടീഷ്യൻ കൊടുത്തു. അപ്പോൾ അത് പിന്നെ മറ്റേ ഭക്ഷണത്തിന്റെ ഫുഡ് ഐറ്റംസ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ബേക്കറി കടകളിലേക്ക് അവര് ഫുഡിന്റെ ഫോളോ അപ്പ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പരിശീലനം നേടിയവരിൽ എത്ര പേര് ആ പരിശീലനം ലഭിച്ച ഒരു ടൈലറിംഗ് ഗ്രൂപ്പ് ഇപ്പൊ നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയവർ തന്നെ നല്ലൊരു കട ഇട്ട് തുടങ്ങിയിട്ട് 5 പേര് ഇന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ഞങ്ങൾക്കത് കാണിച്ചു തരാൻ സമയം കിട്ടിയില്ല. പിന്നെ ബേക്കറിയിലേക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 2 പേര് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റേ ഫാഷൻ ഡിസൈനിങ് കൊടുത്തുനിന്ന് ടൈലറിംഗ് അറിയുന്നവർക്ക് അതിന്റെ ഭാഗമായിട്ട് അവരത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നല്ലൊരു വരുമാനമുണ്ട്. ഒരു ബ്ലൗസേക്ക് 300 രൂപയ്ക്കാണ് മേടിക്കുന്നത് എല്ലാ ഡിസൈനും വെച്ചിട്ട്. പിന്നെ ചെയർപേഴ്സൺ നിങ്ങളുടെ ബാക്കിൽ റസിയ മടിയിൽ ഒരു കൊട്ടയും വെച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? എന്താണ് നിങ്ങളുടെ പരിപാടി? ഓണത്തിന് ചന്തയിലേക്ക് ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരും. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. കൊട്ട, മുറം, കോരുവട്ട, അരിത്തൊട്ടി, പനമ്പ് സ്ഥിരം നെയ്ത് ബാമ്പു പ്ലേയുടെ കോർപ്പറേഷനിൽ കൊടുക്കുന്ന. ഈ പിന്നെ ഇതിന് വേണ്ട മുള എവിടുന്നാ കിട്ടുന്നത്? ഞങ്ങൾ കോർപ്പറേഷനിൽ തന്നെ ഈറ്റ വാങ്ങും. ബാമ്പു കോർപ്പറേഷൻ പനമ്പ് നെയ്ത് അവിടെ തന്നെ കൊടുക്കും. അപ്പൊ ഓണം കഴിഞ്ഞാലും ജോലി ഉണ്ടാവും? സ്ഥിരം ചെയ്യുന്നവർക്കാണ്. സ്ഥിരം ചെയ്യുന്ന യൂണിറ്റ് ആണ് അല്ലേ? 5 പേര് ഒരു യൂണിറ്റേ ഉള്ളോ? ബഡ്സ് സ്കൂളൊന്നും ഇല്ലേന്നു? ബഡ്സ് അതായത് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ഓട്ടിസം സെന്റർ ഉണ്ട്. ഞങ്ങൾ ഓട്ടിസം സെന്റർ ഒരു ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു പഞ്ചായത്തിന്റെ തന്നെ ഒരു വാളൂർ സാംസ്കാരിക നിലയത്തിലാണ് 30ഓളം വരുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നല്ലൊരു കെട്ടിടം ഞങ്ങൾ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൗകര്യത്തോടുകൂടി ഏകദേശം 9 റൂം എല്ലാവിധ പരിശീലനത്തിനും വേണ്ടിയുള്ള 9 കുടുംബശ്രീക്ക് വല്ല പങ്കുണ്ടോ? നമ്മൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. അല്ല, അപ്പൊ നിലവിൽ പഞ്ചായത്തിന്റെ പ്രോജക്റ്റായി നടത്തുന്ന ഓട്ടിസം സെന്ററിൽ കുടുംബശ്രീയുടെ BRC ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? കാർഷിക ചരിത്രാന്വേഷണ യാത്ര അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ട്. ഇത് ബാലസഭയുടെ കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ അന്നമനട പ്രദേശത്തിന് ആ പ്രദേശം എങ്ങനെ ഉണ്ടായി, അതിന്റെ പേരെങ്ങനെ ഉണ്ടായി, ആ പ്രദേശത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ തന്നെ ഓരോ മുൻ റിട്ടയർഡ് ചെയ്ത സാറുമാര് അവരൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ വാർഡുകളിലേക്കും ആ ബാലസഭ കുട്ടികളെ തന്നെ പറഞ്ഞയച്ച് ഓരോ കോർഡിനേറ്റർമാരും കൂടി ചെന്ന് അന്വേഷിച്ച് പഴയ വയസ്സായ ആൾക്കാരോടും ഒക്കെ അന്വേഷിച്ചു. പ്രാദേശിക ചരിത്രം ഞങ്ങൾ തയ്യാറാക്കി. ഒരു കാർഷിക അന്വേഷണം കൂടി ആയിരുന്നു അതില്. അപ്പൊ അതിൽ നിന്ന് കുട്ടികൾക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടിയത് പല വീടുകളിലും ചെന്നപ്പോ പഴയ കാർഷിക ഉപകരണങ്ങൾ ഞാവിരി, കൽപ്പ അങ്ങനെയൊക്കെ അവർ കണ്ടു. പക്ഷെ അവർക്കത് ഒരു പ്രത്യേക ഒരു അത്ഭുതത്തോടു കൂടിയാണ് അവർ നോക്കി കണ്ടത്. അപ്പൊ അവര് വന്നിട്ട് ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കാർഷിക മ്യൂസിയം ഉണ്ടാക്കി തരാനായിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് പാർലമെന്റിലൂടെ അവര് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഞങ്ങള് അവരുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അപ്പൊ അതിനുള്ള ഒരു സ്ഥലമൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാൻ അടുത്ത ഒരു സെഗ്മെന്റ് കൂടെ ഉണ്ട്, അത് കണ്ടിട്ട് തിരിച്ചു വരാം. വിധികർത്താക്കളുടെ CDS സന്ദർശനത്തിന്റെ 2ാം ഘട്ടം. പഞ്ചായത്തിന്റെ വിവിധ ഏജൻസികളുമായും ധനകാര്യ സ്ഥാപനങ്ങളുമായും മറ്റും വിധികർത്താക്കൾ നടത്തിയ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടിട്ട് മടങ്ങി വരാം. ബാങ്ക് ആരാണ് വന്നിരിക്കുന്നത്? 57 ഗ്രൂപ്പിനായിട്ട് ലോൺ കൊടുത്തിട്ടുണ്ട്. 1.5 കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട്. ജയിൽച്ചി
പ്രധാന കസ്റ്റമറാണ്. അതെ അതെ. മൊത്തത്തിൽ എത്ര കടം കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പറയൂ? 175ഓളം കുടുംബശ്രീ ഗ്രൂപ്പുകൾ നമ്മളിവിടെ അക്കൗണ്ട് ആരംഭിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ചാണ് അന്നമട ബ്രാഞ്ച്, തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ. അതിൽ തന്നെ ഒരു 110ഓളം ഗ്രൂപ്പുകൾക്ക് 3 കോടിയോളം രൂപ വിവിധ സംരംഭങ്ങൾക്കായി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. മറ്റു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് നബാർഡുമായിട്ട് ചേർന്നുകൊണ്ട് 73 ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്ക് അന്നമനട ബ്രാഞ്ച്, തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ ഒന്നാമത് ഏറ്റവും കൂടുതൽ JLG കൊടുത്ത അന്നമനട ബ്രാഞ്ചാണ്. 73 ഗ്രൂപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട് വിവിധ സംരംഭങ്ങളായിട്ട്. ഞാൻ 2008 ഇവിടെ വന്നത്. വന്ന സമയത്ത് ഇവിടെ ഒരുപാട് നെൽപ്പാടം തരിശായിട്ട് കിടന്നിരുന്നു. ആ സമയത്തുള്ള പഞ്ചായത്തിൻ്റെ ഒരു നല്ലൊരു ഇടപെടൽ, ഈ പഞ്ചായത്തിലെ തരിശ് മാറ്റണം, അതിനുവേണ്ടി കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വിവിധ കമ്മിറ്റികളെ വിളിച്ച് കൂട്ടിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് എല്ലാത്തിനും പങ്കെടുത്ത കുടുംബശ്രീക്കാരാണ്. അപ്പം ഈ തരിശ് മാറ്റുന്നതിനായിട്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച് കുടുംബശ്രീക്കാർ മുന്നോട്ട് വരികയും ഏകദേശം ഒരു 10-200 ഏക്കറോളം ആ ഒരു വർഷം കുടുംബശ്രീ വിവിധ ഗ്രൂപ്പുകൾ ഏറ്റെടുത്ത് അത് തരിശു മാറ്റി കൃഷി ചെയ്യാൻ യോഗ്യമാക്കുകയും ചെയ്തു പാടം. ഇവിടെ ഞാൻ വന്ന് 2009, 2010, 11, 12 കാലത്ത് കേരള ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട് കോഴി വളർത്തലും ആട് ഗ്രാമം പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിനുശേഷം കുടുംബശ്രീക്ക് വേണ്ടി മാത്രം പ്രോജക്റ്റ് വെച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം പ്രധാനമായിട്ടും വരുന്നത് കന്നുകുട്ടി പരിപാലനം എന്ന ഒരു പ്രോജക്റ്റാണ്, വനിതാ പ്രോജക്റ്റായിട്ടാണ് വെച്ചിരുന്നത്. ഇവിടെയും തന്നെ പരിശീലനത്തിന്റെ കാര്യത്തിൽ വല്ല സംവിധാനവും ഉണ്ടോ? കണ്ടിന്യൂസ് പരിശീലനത്തിനുള്ള സംവിധാനം ഇല്ല. പിന്നെ ഇവിടെ സംവിധാനം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് അതിനുവേണ്ടി ഏർപ്പാടൊക്കെ ചെയ്യാവുന്നതാണ്. കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നേരിട്ടുള്ള ഒരു മാറ്റമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ എത്തിച്ചേരുന്ന കുട്ടികളുടെ വീടുകളിൽ അവർക്ക് സ്വയം പര്യാപ്തതയിലേക്കും അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയിലേക്കും അവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അവരെ കരകയറ്റിക്കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമം ഈ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്നുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു വെളിച്ചം തന്നെയാണ് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമൂഹത്തിന്. ഞങ്ങളുടെ ഓഫീസ് വഴി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കുടുംബശ്രീയിലെ പ്രവർത്തകർ വളരെയധികം സഹകരിക്കുന്നു. പഞ്ചായത്തിൻ്റെ വികസന ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പല സർവേകളും പഠനങ്ങളും അതെല്ലാം സഹകരിക്കുന്നത് കുടുംബശ്രീകാരാണ്. ഞങ്ങളുടെ സ്കീമുകളെല്ലാം വിജയിപ്പിക്കാനായിട്ട് അവരുടെ സഹകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ആശ്രയ പദ്ധതിയിലെ വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഓഫീസ് വഴി നടപ്പാകുന്നു. നല്ല രീതിയിൽ അവരതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 3 വർഷമായിട്ടാണ് അത് സജീവമായി ഒരു പ്രവർത്തന മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. സർവേയുടെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 5000-ഓളം വരുന്ന വയോജനങ്ങൾ അവരുടെ ജീവിത പ്രയാസങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുകയും അതിനാവുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നിലവിൽ വന്ന ശേഷം വിപുലമായ പല പരിപാടികളും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ 100 CDS ഉണ്ട്. അതിൽ തന്നെ കുടുംബശ്രീയുടെ എല്ലാ പദ്ധതികളും 1-2 ഒഴികെ, അതായത് നമ്മുടെ ഈ ബഡ്സ്, പക്ഷേ ഇവർക്ക് അവിടെ ഒരു ഓട്ടിസം സെൻ്റർ ഉണ്ട്. ബഡ്സ് മുതൽ അത്യപൂർവമായ ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ അന്നമറ അതിൽ ഒഴിഞ്ഞു നിൽക്കുന്നുള്ളൂ. ബാക്കി കുടുംബശ്രീ അടുത്ത കാലത്ത് ആവിഷ്കരിച്ച സ്പോർട്സ് ക്ലബ്ബുകൾ, അതുപോലെ സ്നേഹനിധി, ഇതെല്ലാം എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തുമാണ് CDSുമാണ് അന്നമട. പ്രത്യേകിച്ച് നമ്മുടെ അന്നമട ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 100% സ്ത്രീകളും പ്രത്യേകിച്ച് വീട്ടമ്മമാരുമെല്ലാം കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ള ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്താണ്. പ്രത്യേകിച്ച് അന്നമടയിലുണ്ടായ അതിവേഗതയിലുള്ള ഈ വികസനത്തിൽ, പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശത്ത്, പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് കുടുംബശ്രീ ഉണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഇവിടെ നമുക്ക് ഈ വേദിയിലെല്ലാം എത്തിച്ചേരാൻ ഇടവന്നത് എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കുടുംബശ്രീ പ്രസ്ഥാനം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുവാനും പുരുഷന്മാർ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുമെല്ലാം കടന്നു ചെല്ലുകയും അത്തരം മേഖലകളിലേക്ക് ജനങ്ങളെ പ്രത്യേകിച്ച് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമെല്ലാം കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഇവിടെ അന്നമടയിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഞാൻ 2003 കുടുംബശ്രീ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അന്ന് എനിക്ക് കുടുംബശ്രീ എന്താണെന്നറിയില്ല, ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നറിയില്ല. പക്ഷേ ഒരു കുടുംബശ്രീ രൂപീകരിച്ച് വന്നപ്പോഴാണ് നമ്മൾ കുടുംബശ്രീനെ കുറിച്ചിട്ടും നാടിനെ കുറിച്ചും ശരിക്കൊരു കാഴ്ചപ്പാടുണ്ടായത് തന്നെ. എൻ്റെ ജീവിതത്തിലെ കാർഷിക മേഖലയിൽ തിളയ്ക്കപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാതെ പാടവും പറമ്പായിട്ട് നടന്ന ഞാൻ ഇന്ന് കുടുംബശ്രീ ചെയർപേഴ്സണായിട്ട് 2010 കയറി വന്നപ്പോൾ എനിക്കൊരു 4000-ലധികം വരുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടുകെട്ട് കിട്ടി. ഏറ്റവും വലിയ ഗുണം എനിക്കതാണ്. ഇന്ന് എവിടെ ഇറങ്ങിയാലും എൻ്റെ കുടുംബശ്രീ, എൻ്റെ സഹോദരിമാരെ എന്നെ ചിരിക്കുന്ന മുഖം എനിക്ക് കാണാൻ കഴിയുന്നു. അതിലുപരിയായിട്ട് ഒരുപാട് പേരെ സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും കുറേ തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കാനും അവരെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്ക് പറഞ്ഞു 4 കോടിയിലധികം രൂപ കൊടുത്തു. അതുപോലെ 8 ബാങ്കാണ് ഞങ്ങൾക്ക് CDS ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓരോ ബാങ്കിലുമുണ്ട് ഇതിൻ്റെ അടുത്ത് വരുന്ന ലിങ്കേജുകൾ. അപ്പോൾ നമ്മുടെ കുറേ ബാങ്ക് മേഖലകൾ, കൃഷി ഓഫീസ്, വെറ്റിനറി, മറ്റുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് എല്ലാ കുടുംബശ്രീ മിഷനിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കൃഷി മേഖലയ്ക്ക് ലക്ഷങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പുകൾക്ക്. അപ്പോൾ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടെന്നും കുടുംബശ്രീയിൽ വന്ന് ഞങ്ങൾക്ക് ഇതിനും സഹായം കിട്ടുമെന്നും ഇനി ഞങ്ങൾക്ക് കൈപിടിച്ചിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു നല്ലൊരു കാഴ്ചപ്പാട് ഞങ്ങളുടെ കുടുംബശ്രീ വനിതകൾക്കുണ്ട്. അന്നമനടയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അന്നമനട ഓടുകയാണ്. നടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ നമുക്കിനി നേരമില്ല. ഈ അന്നമനടയുടെ ഓട്ടം നിർത്താനായിട്ട് ഞങ്ങൾക്കിനി പറ്റില്ല. അപ്പോൾ ഈ ഓട്ടത്തിൽ കുടുംബശ്രീ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഞങ്ങൾ വഹിക്കുകയാണ്. ഇനി ഈ ഓട്ടത്തിൽ എല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ഞങ്ങൾക്ക് വിജയിക്കാൻ കാരണം ഒരുപാട് നല്ല നല്ല വ്യക്തികൾ ഞങ്ങളുടെ ഒപ്പം, നല്ല ആശയങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പൂമാലം തറവാട്ടി പെറ്റൊരു മാമായ കുഞ്ഞോദാ, പൂമാലം തറവാട്ടി പെറ്റൊരു മാമായ കുഞ്ഞോദാ, തെരുവിന്റെ കോണില പീടിക തിണ്ണയിലൊരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ, ഇരുളും തുറന്നു ഞാനവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി, ഞാനിന്ന് ഏകയായി കാട്ടിലകപ്പെട്ടു പോയി, കണ്ണീർ കടലിലായി ശ്രീരാമൻ വിട്ടുപോയി. കൈതോല പായ വിരിച്ച് പായേലോ പറന്നെല്ലു വളർന്ന് കാതുകുത്താനിപ്പ വരും നിന്റെ അമ്മാവന്മാരടി പൊന്നു. പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാ. നാടൻ പാട്ടും കവിതയും മാപ്പിളപ്പാട്ടുമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ചെയർപേഴ്സൺ ഇനിയിപ്പോ ഓടാൻ പോവാണെന്നാ പറഞ്ഞു. കൂട്ടയോട്ടം എന്താണ് പ്രധാന ലക്ഷ്യം, എന്താണ് പറയൂ. ഒരു ചെയർപേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാർക്ക്, ഒരു തീപ്പൊരി ആയിരിക്കണം. ആ തീപ്പൊരി ഓരോ അയൽക്കൂട്ടങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്ന, അങ്ങനെ ഒരു വികസനത്തിൻ്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഓരോ സ്ത്രീ ജനങ്ങളെയും കൈപ്പിടിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ലൊരു പുതിയൊരു കാഴ്ചപ്പാടിലേക്കാണ് അന്നമനട CDS ഇന്നിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കടം കൊടുക്കുന്നതിലുപരി ഒരു ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ഇവരുടെ സംരംഭങ്ങളെ അല്ലെങ്കിൽ JLGകളെ ഒരു വിപണന കേന്ദ്രം ഇല്ല എന്ന് പറയുന്നു. നമ്മൾ നബാർഡായിട്ട് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് മാർക്കറ്റിംഗ് യാർഡ് ആരംഭിക്കാൻ പോവാണ്. ഇപ്പോൾ ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബ്ബുകൾക്കും അതുപോലെ JLGയോ അല്ലെങ്കിൽ സംരംഭകർക്ക് അല്ലെങ്കിൽ സ്ത്രീ കൂട്ടായ്മകൾക്കുള്ള സംരംഭങ്ങൾ വിറ്റഴിക്കുന്ന ഒരു വിപണി നബാർഡുമായിട്ട് ചേർന്നുകൊണ്ട് മാർക്കറ്റിംഗ് ഫെഡ് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കും. മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു, ഒരു 10% 90 കൃഷിഭൂമി മാഡം ചോദിച്ച മാതിരി ആ 10% പോരായ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്ക് വീണ്ടും ആ ഒരു SHGക്ക് മാത്രം കാർഷിക അവർക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി 3 ലക്ഷം വരെ വായ്പ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളുമായിട്ടുള്ള ഈ ചർച്ചയെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ കുടുംബശ്രീകളുണ്ട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് അറിയുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. വിലയിരുത്തൽ സമിതി കൂടാറുണ്ടോ? കൂടാറുണ്ടെങ്കിൽ വിലയിരുത്തൽ സമിതിയിൽ ഇപ്പോൾ വിലയിരുത്തൽ സമിതി CDSന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ
കുറച്ചും കൂടെ CDSൻ്റെയും കുടുംബശ്രീയുടെ CDSൻ്റെയും പഞ്ചായത്തിൻ്റെയും പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൂടിയാണ് വിലയിരുത്തൽ സമിതി വിളിച്ചു കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വിലയിരുത്തൽ സമിതിയിൽ നിങ്ങൾ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായിട്ട് 3 മാസത്തിൽ ഒരിക്കൽ വിലയിരുത്തൽ സമിതി കൂടുന്നുണ്ട്. അതിൽ സാക്ഷികളാണ് കൃഷി ഓഫീസർ, ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവർ കൂടെ വന്നിരുന്ന് കൂടുന്ന മീറ്റിംഗാണ്. അതിൽ കൂടുതലും വരുന്ന ആശ്രയമാണ് ഞങ്ങൾ എടുക്കാറ്. ആശ്രയയിൽ വരുന്ന പിന്നെ CDSൻ്റെ പൊതുപ്രവർത്തനങ്ങളെ ഒന്നിച്ച് വിലയിരുത്തും. പഞ്ചായത്ത് അതിനുള്ള എന്തെങ്കിലും നല്ല നല്ല ആശയങ്ങൾ അങ്ങോട്ട് വയ്ക്കുകയും ഞങ്ങളുടെ പോരായ്മകൾ ഇങ്ങോട്ട് പറഞ്ഞു തരികയും നമ്മുടെ മുമ്പിൽ അവരുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആശ്രയക്കാരെ സംരക്ഷിക്കാനും അവർക്കുടെ ഫണ്ട് കൈമാറുന്ന കാര്യങ്ങളും അത് പറയും. പോരാതെ നമ്മുടെ കുടുംബശ്രീയുടെ തുടർ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും കഴിഞ്ഞ പ്രവർത്തനം കുറിച്ചിട്ടും മൊത്തം ഒരു വിലയിരുത്തൽ അതിനകത്തുണ്ടാവും. കൃത്യമായിട്ട് ഇതുവരെ മുടങ്ങാതെ കൂടുന്ന പ്രക്രിയയാണ് വിലയിരുത്തൽ സമിതി. ഇവരെല്ലാവരും നല്ലൊരു ഉന്നതിയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വീക്ഷിക്കായി. ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യം ഇത് തന്നെയാണ്. എന്നുവെച്ചാൽ ഇനിയിപ്പം നമ്മുടെ കുടുംബശ്രീയിലെ സ്ത്രീകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ജോലി ചെയ്യാണ്. ഇപ്പോഴും അങ്ങനെയുണ്ട് കടകളിൽ അങ്ങനെ. അപ്പോൾ അവരിൽ നിന്ന് അവർക്കൊക്കെ ഒരു ക്ലാസ് കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വേറെ പഞ്ചായത്തിനോട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ തൊഴിൽ മേഖല ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു തുടക്കത്തിലാണ്. വളരെ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്കിനി മാർക്ക് അറിയാനുള്ള സമയമാണ്. 50-ലാണ് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന് 50-ലാണ് ജഡ്ജസ് മാർക്ക് നൽകാൻ പോകുന്നത്. നമുക്കാദ്യം കണ്ണമാഷോട് ചോദിക്കാം. ഈ റൗണ്ടിൽ മാർക്ക് പറയുന്നതിന് മുമ്പേ 1-2 കാര്യം എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. ആദ്യം നല്ല കാര്യം പറയാം അല്ലേ? അതായത് പഞ്ചായത്തും മറ്റ് സ്ഥാപനങ്ങളും, ബാങ്ക്, കൃഷിഭവൻ, PTA നമ്മൾ ഇതിൽ കണ്ടല്ലോ, അങ്ങനെ മറ്റെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു നല്ലൊരു സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണാൻ കഴിഞ്ഞത് എൻ്റെ നടയിൽ. അല്പസ്വല്പം അസൂയൊക്കെ ഉണ്ടാവും എല്ലാ നാട്ടിലും. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയരുത്, എങ്കിലും അതൊരു നല്ലൊരു മാതൃകയായിട്ട് തോന്നി. കാരണം ഒരു സ്ഥാപനവും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനവും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല സാമൂഹ്യ മാറ്റം അല്ലേ? പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ പലതുള്ളി പെരുവെള്ളം ആവുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു ദൃഷ്ടാന്തമായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, സാമൂഹ്യമായിട്ട് നല്ലൊരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കുന്നത് എപ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ള വിഭാഗങ്ങളെ കൂടുതൽ പങ്കാളിത്തം കൊടുക്കാനും അവരെയും മറ്റുള്ളവരോടൊപ്പം കൈപിടിച്ച് ഉയർത്താനും ഉള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ സാമുദായികമായിട്ട് നിങ്ങൾ പലതരത്തിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് കാർഷിക മേഖലയിലെ മൃഗസംരക്ഷണം, ആട്, മാട്, പോത്ത്, കോഴി ഇല്ലേ, കൃഷി, വാഴ, നെല്ല്, അതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം വേണം. അപ്പോൾ ഇത് പലരും മറക്കുന്നതാണ്. നമ്മൾ പരിശീലനം എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയല്ല ആലോചിക്കുന്നത്, വേറെ ഏതൊക്കെയാണ് ആലോചിക്കുന്നത്, കമ്പ്യൂട്ടർ എന്നൊക്കെ അതും വേണം. പക്ഷേ കാർഷിക മേഖലയുടെ ഈ പഴയ ചരിത്രത്തിൽ നിന്നും പുതിയൊരു ചരിത്രത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല വിധത്തിലുള്ള പരിശീലനം കൂടിയേ കഴിയൂ. അതൊരു വാഴ കൃഷി നന്നായി നടത്തുന്നതിനും അതിൻ്റെ അസുഖങ്ങൾ മനസ്സിലാക്കുന്നതിനും വേറെ ഏത് ഒരു ആട്ടിൻകുട്ടികളെ വളർത്തുന്നതിനും പശുവിനെ നോക്കുന്നതിനും എല്ലാറ്റിനും തന്നെ അതിനൊരു സംവിധാനം. 50 മാർക്കാണ് ഇപ്പോൾ ഈ റൗണ്ടിലുള്ളത്. ഞങ്ങൾക്ക് 3 പേർക്കും 15 മാർക്ക് വീതം, വിദഗ്ധയായിട്ട് വന്നിട്ടുള്ളവർക്ക് 5 മാർക്ക്. അപ്പോൾ എൻ്റെ 15 മാർക്കിൽ ഞാൻ 12.5 മാർക്ക് നിങ്ങൾക്ക് തന്നിരിക്കും. 15-ൽ 12. സോഷ്യൽ ഇൻക്ലൂഷനിൽ നന്നായിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചു, നല്ല മാർക്സ് നിങ്ങൾക്ക് കിട്ടി. 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്.
നിങ്ങൾ പറഞ്ഞില്ലേ അഗ്രികൾച്ചർ ഇക്വിപ്മെൻസിൻ്റെ ഒരു മ്യൂസിയം, ഇതൊരു നല്ല ഐഡിയ ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മ്യൂസിയം കണ്ടു. എവിടെ അറിയോ, ലണ്ടനിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഇക്വിപ്മെൻറ്റ്സ് മ്യൂസിയം, അഗ്രികൾച്ചർ ഇക്വിപ്മെൻറ്റ്സ് മ്യൂസിയം. ഇവിടെ ഇത് സെറ്റപ്പ് ചെയ്താൽ അതിൻ്റെ നല്ല ഒരു ആളുകൾ വരും, കുട്ടികൾക്ക് അത് പഠിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ജാതിക കൃഷി, അതിൽ സ്കോപ്പ് ഉണ്ടാവും. ജാതിക അതിൻ്റെ ഡിമാൻഡുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഡിമാൻഡുണ്ട്, ചില കുയിസീനിൽ അതിൻ്റെ ഡിമാൻഡുണ്ടാവും. സോ അത് ഒന്ന് എൻകറേജ് ചെയ്താൽ അതൊരു നല്ല കാര്യം. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കാം, ഈ സസ്റ്റൈനബിളായിട്ട് എനിക്ക് മനസ്സിലായി 5 വർഷം 6 വർഷമായി പ്രവർത്തിക്കുന്ന MEൻ്റെ സംഖ്യ കുറവാണ്. പക്ഷെ ഭാവിയിൽ നിങ്ങളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു നല്ല കാര്യം. 15 നിന്ന് ഞാൻ നൽകുന്നത് 11 മാർക്ക്. അന്നമനട CDS ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. അതിപ്പോൾ ഫീൽഡ് വിസിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ അതൊന്നും കൂടി വ്യക്തമായി. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എല്ലായിടത്തും നിങ്ങൾ എത്തിക്കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും എല്ലാ പ്രദേശത്തുമൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനാവശ്യമായ ചില മുന്നൊരുക്കങ്ങൾ, അല്ലെ അതിനുവേണ്ട ചില പ്രവർത്തനങ്ങൾ, പരിശ്രമങ്ങളൊക്കെ നടത്തേണ്ടതാണ്. ഇവിടെ എനിക്ക് മുൻപ് പറഞ്ഞവരെല്ലാം തന്നെ സൂചിപ്പിച്ചത് അത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ചില പ്ലാനിങ്ങുകൾ നടത്തി മുന്നോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റിയെന്ന്, അല്ലെങ്കിൽ അതിൽ പ്രകടമായ മാറ്റമുണ്ടെന്ന് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നമ്മുടെ ഇനി ഈ തലമുറ, അത് പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു തുല്യതാബോധത്തോടെ വളർത്തിയെടുക്കാനും അങ്ങനെ പെരുമാറാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ കുടുംബശ്രീക്ക് മുൻകൈയെടുക്കാൻ സാധിക്കണം, പഞ്ചായത്തിനും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി, അതിന് കുറച്ചുകൂടി ഗൗരവം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2 കാര്യങ്ങൾക്ക് കൂടുതൽ ഗൗരവം കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാം നന്നായി, എല്ലാം സന്തോഷമായി എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടി പുറകോട്ട് പോകാനായിരിക്കും അത് സാധിക്കുക. അതുകൊണ്ട് പുതിയ പ്ലാനിങ്ങിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നൽകുന്നത് 15-ൽ 12.5 മാർക്ക്. 5-ൽ 4.3. 5-ൽ 4.3. ഈ വേദിയിൽ ഇന്ന് അന്നമനട സ്വന്തമാക്കിയിരിക്കുന്നത് 50-ൽ 40.3 മാർക്കാണ്. ആദ്യ റൗണ്ടിൽ അന്നമനട സ്വന്തമാക്കിയത് 50-ൽ എത്ര മാർക്കാണെന്ന് നമുക്ക് കണ്ണമാശയോട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ പറഞ്ഞ 50 മാർക്കിൻ്റെ കൂടാതെ വേറൊരു 50 മാർക്ക് കൂടി നമുക്ക് അറിയാനുണ്ട്. അതിൽ അവിടെ വന്ന് ഫീൽഡ് വിസിറ്റ് നടത്തിയില്ലേ, സന്ദർശനം നടത്തി, അതിൽ 20-ൽ 18 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്യുന്നത് ഈ 16 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും ആദ്യ റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20% ഈ പ്രാവശ്യം കണക്കിലെടുക്കും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ 20% എന്ന് പറയുന്നത് 16 മാർക്കാണ്. അപ്പോൾ 18, 16, 34 മാർക്കായല്ലോ. അതുകൂടാതെ 10 മാർക്ക് നിങ്ങളിവിടെ സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ, അതിൽ ഓഡിറ്റ് റിപ്പോർട്ടും കൂടി കണക്കിലെടുത്തുകൊണ്ട് 10-ൽ ഒരു എത്രയാണ് മാർക്കെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന ഘടകം, ഇംഗ്ലീഷിൽ പറഞ്ഞ സോഷ്യൽ ഇൻക്ലൂഷൻ, അതായത് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട് എന്ന് നോക്കി അത് കൂടുതൽ വരുന്ന കുടുംബശ്രീകൾക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടും, അല്ലാത്തവർ കുറച്ച്. ഇതെല്ലാം ഓരോ മാർക്കാണ് ഓരോന്നിനും കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിൻ്റെ 3 സൂചികകളിൽ നിങ്ങൾ മുന്നോട്ടാണ് നിൽക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങളുടെ കുടുംബശ്രീകൾ കുറച്ച് മുന്നോട്ടാണ്. ഡിഗ്രിക്കാരുണ്ട് അല്ലേ, CDSൽ തന്നെയുണ്ട് 3-4 ഡിഗ്രിക്കാരുണ്ട്. ADSലുണ്ട് 10-16 ആൾക്കാർ ADSലത്തെ മെമ്പർമാരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എഴുതി വാങ്ങിയല്ലോ അല്ലേ. അതൊക്കെ നോക്കിയപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് തൃശ്ശൂരിൽ കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നത്. അതും കൂടി ഞങ്ങൾ കണക്കിൽ എടുക്കുന്നുണ്ട്. കാരണം ഈ പല പ്രവർത്തനങ്ങളും ചെയ്യാൻ വിദ്യാഭ്യാസം ഒരു പ്രധാനമാണ്. പിന്നെ തുല്യതാ പരീക്ഷ എഴുതിച്ച് അവരെ വിദ്യാഭ്യാസപരമായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 10-ൽ 7.1 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ
50-ൽ 41.1 മാർക്ക്. ആദ്യ ഭാഗ മത്സരങ്ങളിൽ അന്നമനട സ്വന്തമാക്കിയത് 41.1 മാർക്കാണ്. രണ്ടാം ഭാഗത്തിൽ 40.3. അന്നമനട സ്വന്തമാക്കിയിരിക്കുന്ന ആകെ മാർക്ക് 81.4. അതെ, അന്നമനട ഒരോട്ടത്തിലാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കേണ്ടത് എങ്ങനെയെന്നറിയാത്ത നെട്ടോട്ടമല്ല, ഫിനിഷിംഗ് പോയിന്റ് മാത്രം മുന്നിൽ കണ്ട് ലക്ഷ്യത്തിലേക്കുള്ള ജീവിത ഓട്ടം. അന്നമനടയ്ക്ക് ആശംസകൾ. രണ്ടാം ഘട്ടത്തിലെ മറ്റൊരു CDSുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം